അതായത് എന്റെ വീടിന്റെ അടുത്ത് വേറെ സ്ഥലത്തി പള്ളികളൊന്നും ഇല്ല. ആ എല്ലാ പള്ളികളും ഇപ്പം നബിദിനാണ്ട് മറ്റൊക്കെ നടക്കുന്ന പള്ളികളാണ്. ആ ഇപ്പം പുരുഷന്മാർക്ക് സ്വാഭാവികമായിട്ട് ജമാഅത്ത് നിസ്കാരം നിർബന്ധമാണല്ലോ. അതെ അതെ. അപ്പൊ ആ നിലക്ക് നമസ്കാരങ്ങൾക്ക് അവിടെ ജമാഅത്തിൽ പങ്കെടുക്കാൻ പറ്റുമോ? അല്ല, ഈ സന്ദർഭത്തിൽ വേറെ ഒരു വിശ്വാസം എങ്ങനെയാണ് നിലപാട് സ്വീകരിക്കേണ്ടത്? ചോദ്യം വ്യക്തമാണ്. നമ്മുടെ നാടുകളിലൊക്കെ അതുപോലെ തന്നെ അടിയുള്ളത് എന്താണ് അവിടുത്തെ പള്ളികളിൽ നിർമ്മിക്കുന്ന ഊഹ്യത്തിന്റെ മാസം സ്വീകരിക്കാൻ പറ്റുമോ? രണ്ട് ചോദ്യങ്ങളാണ് മൊത്തത്തിൽ ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്തത്, നമ്മുടെ നാടുകൾ, അദ്ദേഹത്തിൻ്റെ നാടിൻ്റെ പരിസരത്ത് സലഫി പള്ളികളൊന്നുമില്ല. ഉള്ള പള്ളികളാകട്ടെ ഈ രൂപത്തിലുള്ള ആഘോഷങ്ങൾ നടത്തുന്നതാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു മറുപടി? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവ ബിദ്അത്തുകളാണ്, കുറ്റകരമാണ്. ഇതറിഞ്ഞുകൊണ്ട് ചെയ്യുകയാണെങ്കിൽ അത് ശിക്ഷിക്കപ്പെടുന്ന കാര്യമാണ്. ഇത് ഇസ്ലാം ദീനിൽ ഇല്ലാത്തതാണ് എന്നറിഞ്ഞിട്ടൊരാൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് കുറ്റകരമായ ശിക്ഷിക്കപ്പെടുന്ന ഒരു കാര്യമാണ്, അള്ളാഹു അവർക്ക് പുറത്തു കൊടുത്തിട്ടില്ലെങ്കിൽ. എന്നാൽ ഇതൊക്കെ അമലിയായ ബിദ്അത്തുകളിൽപ്പെട്ടതാണ്. അമലിയായ ബിദ്അത്തുകൾ രണ്ടെണ്ണമാണ്: ഇഅ്തിഖാദിയായ ബിദ്അത്ത്, അമലിയായ ബിദ്അത്ത്. അത് തന്നെ ബിദ്അത്ത് മുകഫിറ, ബിദ്അത്ത് മുഫസ്സിഖ എന്നിങ്ങനെ രണ്ടെണ്ണമുണ്ട്. ഇതൊക്കെ ബിദ്അത്ത് മുഫസ്സിഖ എന്ന് പറയുന്ന ഒരാൾ കുറ്റക്കാരനായി പോകുന്ന, ഫാസിഖായി പോകുന്ന കുറ്റങ്ങളിൽപ്പെട്ട ബിദ്അത്തുകളാണ് ഇവയൊക്കെ. തെറ്റാണ്, ഹറാമാണ്. ഹറാമുകൾ ചെയ്യുന്ന ആളാണെങ്കിൽ ബിദ്അത്തുകളെല്ലാം ഹറാമാണ്. ഹറാമുകൾ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവരാരാണ്? കുറ്റക്കാരാണ്. എന്നാൽ ചില ബിദ്അത്തുകൾ ഇസ്ലാം ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകുന്നതാണ്. ഇപ്പോൾ ഒരാൾ വിശ്വസിക്കുകയാണ് 5 വഖത്ത് നിസ്കാരം അതൊന്നും ചെയ്യേണ്ടതില്ല. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല, അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ, അങ്ങനത്തെ ഒരു സിഫാത്തുകളൊന്നും അള്ളാഹ്ക്കില്ല, അള്ളാഹ്ക്ക് അങ്ങനത്തെ ഒരു വിശേഷണങ്ങളൊന്നുമില്ല തുടങ്ങി ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന ബിദ്അത്തുകൾ. ഷിയായിസം അതിൽപ്പെട്ട ഒന്നാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന ബിദ്അത്തിൽപ്പെട്ടതാണ്. കാരണം അവർ സ്വഹാബത്ത് ഒന്നടങ്കം തെറി പറയുന്ന, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. അവരുടെ കൂട്ടത്തിൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല യഥാർത്ഥ പ്രവാചകനാകേണ്ടത്, അലി റളിയല്ലാഹു അൻഹു ആയിരുന്നു. അത് ജിബ്രീൽ അലൈഹിസ്സലാമിന് തെറ്റുപറ്റിപ്പോയതാണ് എന്ന് തുടങ്ങി ഇസ്ലാമിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന ഒരുപാട് വിശ്വാസങ്ങളും ആചാരങ്ങളും വെച്ച് പുലർത്തുന്ന ആളുകളാണ്. അത്തരം ആളുകളെയാണ് നമുക്ക് പിന്തുടർന്ന് നമസ്കരിക്കാൻ പാടില്ലാത്തത്. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന വിശ്വാസ ആചാരങ്ങൾ, പ്രവർത്തനങ്ങളുണ്ടെങ്കിൽ അവരുടെ പിന്നിലാണ് നമുക്ക് പിന്തുടർന്ന് നമസ്കരിക്കാൻ പാടില്ലാത്തത്. എന്നാൽ ഇതുപോലുള്ള ബിദ്അത്തുകൾ ചെയ്യുന്ന ഒരു വ്യക്തി അബദ്ധമായിട്ടായിരിക്കാം, അറിവില്ലായ്മ കൊണ്ടായിരിക്കാം, ഇനി അറിഞ്ഞുകൊണ്ട് തന്നെയായിരിക്കാം, അവരുടെ പിന്നിൽ നമസ്കരിക്കുന്നത് കൊണ്ട് കുറ്റകരമല്ല. അവരുടെ പിന്നിൽ അതേ പള്ളി ഉള്ളൂ എങ്കിൽ ആ പള്ളിയിൽ തന്നെ നമസ്കരിക്കുകയും ചെയ്യേണ്ടതുണ്ട്. നമുക്ക് ഒരല്പം ഒരു 10 മിനിറ്റ് കൂടി അപ്പുറത്തേക്ക് നടന്നു പോയാൽ ഒരു മുവഹിദായ, തൗഹീദുള്ള ഒരു മനുഷ്യൻ ഇമാമ് നിൽക്കുന്ന ഒരു പള്ളിയുണ്ടെങ്കിൽ അവിടേക്ക് പോകണം. തൊട്ടടുത്തത് ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അവിടേക്ക് നിൽക്കാൻ പാടില്ല. ഒരു ജമാഅത്ത് നഷ്ടപ്പെടുന്ന ഒരു ഘട്ടം വരികയാണെങ്കിൽ അവിടെ ജമാഅത്ത് നമ്മൾ ഇത്തരം പള്ളികളിൽ പോയിട്ട് നമസ്കരിക്കുക തന്നെ ചെയ്യണം എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെ ഉലുഹിയത്ത് കൂടെ ചേർത്ത് ഉലുഹിയത്ത്, അവിടെ അറുക്കുന്ന ഉലുഹിയത്ത്, അത് ഇസ്ലാം പഠിപ്പിച്ച കാര്യമാണ്. ഉലുഹിയത്ത് ഇവർ അറുത്തിട്ടുണ്ടെങ്കിൽ സ്വീകരിക്കാം. അവർ മുസ്ലിങ്ങളായിട്ട് നമ്മൾ കണക്കാക്കുന്നവർ തന്നെയാണല്ലോ. അപ്പോൾ മുസ്ലിങ്ങളായി കണക്കാക്കുന്ന, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാത്ത, അതോടൊപ്പം ബിദ്അത്തുകളും ചില അന്ധവിശ്വാസങ്ങളുമൊക്കെ ഉള്ള ആളുകൾ, അതവരെ അറുത്താൽ നമുക്ക് ഭക്ഷിക്കാം. അവർ മുസ്ലിങ്ങളായി കണക്ക് കൂട്ടേണ്ടതുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് മയ്യത്ത് നമസ്കരിക്കാം. അതേപോലെ തന്നെ വിവാഹബന്ധങ്ങളും മറ്റ് ഇടപാടുകളും എല്ലാം അവരുമായി നടത്താവുന്നതാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വല്ലാഹു ആലം.